ഇനി രണ്ട് മയ്യത്തിനെ കൊണ്ടുവന്നിട്ട് ഉള്ള ചർച്ചയാണ് വരാൻ പോണത്. വലൗ ഇജിത്തമഅ ഇസ്നാനി, രണ്ട് മയ്യത്തിനെ കൊണ്ടുവന്നിട്ടുള്ള ചർച്ച വേറെ വരും. അതോടുകൂടെ തന്നെ മയ്യത്തിന്റെ ഔലിയാക്കൾ, മയ്യത്തിനക്ക് ഒരേ സ്ഥലത്ത് ഇപ്പോൾ രണ്ട് സഹോദരന്മാരൊപ്പം വന്നു, അല്ലെങ്കിൽ അവന്റെ എളാപ്പ, ഇങ്ങനെ രണ്ടാളുകൾ ഒരേ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രിഫറൻസ് കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. അവിടെ നോക്കുമ്പോൾ രണ്ടാളുണ്ട്. ആ രണ്ടാളിൽ ആർക്കാണ് പ്രിഫറൻസ് കൊടുക്കുക എന്നുള്ളത് അതൊരു ചർച്ച തന്നെയാണല്ലോ. അപ്പൊ നോക്കാം അതെങ്ങനെയാണ് ചർച്ച. വലൗ ഇജ്തമഅ ഇസ്നാനി ഫീ ദറജത്തിൻ, ഒരേ പദവിയിൽ രണ്ടുപേര് ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ, അപ്പൊ പിന്നെ അവിടെ ആർക്കാണ് കൊടുക്കേണ്ടത്? ഫൽ അസന്നു ഔലാ, അവിടെ ഏറ്റവും പ്രായമുള്ള ആൾക്കാണ്. ഇസ്ലാമിൽ അങ്ങനെ കുറച്ചിടങ്ങളൊക്കെ കാണാൻ പറ്റും. ഇമാമത്ത്, സാധാ ജമാഅത്ത് നിസ്കാരത്തിലെ ഇമാമ് നിൽക്കേണ്ട ഇടത്തൊക്കെ ഒരേ ക്വാളിറ്റിയുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇനി അവർക്ക് ആർക്കാണ് അവിടെ പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്ന ചർച്ചയിൽ അവിടെ കൂട്ടത്തിൽ പ്രായമുള്ള ആള് എന്നൊരു ചർച്ച കാണാം. കാരണം പ്രായമുള്ള ആൾക്ക് എപ്പോഴും ഇസ്ലാമിൽ ഒരു സ്ഥാനമുണ്ട്. കാരണം അവർ കുറെ കണ്ടിട്ടുണ്ടാവും, അവർ കുറെ പഠിച്ചവനോട് ദുആ ചെയ്തിട്ടുണ്ടാവും, അവർ കുറെ നല്ല സംഗമങ്ങളിൽ അവർ സംബന്ധിച്ചിട്ടുണ്ടാവും, അവർ ഒരുപാട് ദുആകളുടെ മജ്ലിസുകൾ, തൗബയുടെ മജ്ലിസുകളൊക്കെ അവർ പങ്കെടുത്തിട്ടുണ്ടാവും. അപ്പൊ പ്രായം കൂടുക എന്നുള്ളത് ഒരുപാട് ബോധം ഉൾക്കൊള്ളാനും അതോടുകൂടി തന്നെ കുറേയൊക്കെ ബൗദ്ധിക താല്പര്യം അവരിൽ കുറഞ്ഞു വരും എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പ്രായം കൂടിയിട്ടും ഭൗതിക താല്പര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. നിരുത്സാഹപ്പെടുത്തപ്പെടുന്ന മൂന്നാളുകളുണ്ട്. അതായത് അവരുടെ കാര്യം ഭയങ്കര കഷ്ടാണ് എന്ന് പറയുന്ന ഒരു മൂന്നാളുകളെ കൂട്ടത്തിലുണ്ട്. ഒന്ന് ശൈഖുൻ സാനിൻ, വ്യഭിചാരിയായ വൃദ്ധൻ. മറ്റൊന്ന് നീതി കാട്ടാത്ത ഭരണാധികാരി. മറ്റൊന്ന് അഹങ്കാരിയായ ദരിദ്രൻ. ഇവരൊക്കെ ഒരു സമൂഹത്തിൽ പറ്റ മോശപ്പെട്ട ആളുകളാണ്. മനുഷ്യന്റെ മനസാക്ഷി പോലും ചിലപ്പോ അവരുടെ കൂടെ നിന്നോളുന്നുണ്ടാവില്ല. സഹതാപം കിട്ടാത്ത ആളുകളേക്കാരം, അല്ലെ? സഹതാപം ഉണ്ടാവും ഇവരുടെ ആളുകളോട്. ഒരു ഭരണാധികാരി അക്രമിയായി കഴിഞ്ഞ് നീതിയില്ലാത്ത ഭരണാധികാരിയോട്, പാവല്ലേ അയാളിപ്പോ ഇങ്ങനൊക്കെ നരകത്ത് പോകുമല്ലോ എന്നാരും അയാളെ കുറിച്ച് പറയില്ല. ദരിദ്രനാകുമ്പോൾ ദരിദ്രനാ, എന്നിട്ട് അദ്ദേഹത്തിന് ഒരിത് വന്നു കഴിഞ്ഞാല്, അഹങ്കാരം കൂടെ വന്നു കഴിഞ്ഞാല് അയാളോട് ദേഷ്യം ഇരട്ടിക്കുകയാണ് ആളുകൾക്ക് ചെയ്യുക. പിന്നെ അതേപോലെ ഒരു വൃദ്ധൻ, വ്യഭിചാരിയാണെങ്കിലോ, വൃദ്ധനാണ്, അദ്ദേഹം ജീവിതത്തിന്റെ ഒക്കെ എല്ലാ ദിശകളൊക്കെ കണ്ടു കഴിഞ്ഞു, മരണത്തെ കാത്തു നിൽക്കുകയാണ്. പൊതുവെ വികാരം ഉണ്ടാവാൻ പാടില്ലാത്ത സാഹചര്യം, പൊതുവെ വികാരം ഉണ്ടാവാനുള്ള ഒരു പൊസിഷനും കൂടെ ഇല്ലാത്തൊരാളാ. അതൊക്കെ തീരാനുള്ള സന്ദർഭം കൂടെയാണുള്ളത്. എന്നിട്ട് അയാൾ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു മനസാക്ഷി ആളുകളെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. പാപം എന്നാരും പറയില്ല. നേരത്തെ യുവാക്കളുടെ വ്യഭിചാരത്തിന് അവിടെ അഡ്രസ്സ് കൊടുക്കുന്നു എന്നല്ല, മറിച്ച് എന്തെങ്കിലുമൊക്കെയാണ്, പാവം കല്യാണം കഴിയാറ്റല്ല, അല്ലെങ്കിൽ കല്യാണം കഴിച്ചാൽ പോരെ, അല്ലെങ്കിൽ ഇനി വിവാഹം കഴിഞ്ഞ ആളാണെങ്കിൽ ചിലപ്പോൾ പെണ്ണുങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ തെറ്റിപ്പോയിട്ടേക്കാരെ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ഞൊടിന്യായം ജനങ്ങളെങ്കിലും പറയും. അതാരും ആരോടും പറയില്ല. ഭരണാധികാരി, നീതിയില്ലാത്ത ഭരണാധികാരിയെ കുറിച്ച് ആരും സഹതാപം പറയില്ല. വ്യഭിചാരിയായ വൃദ്ധനെ കുറിച്ച് ആരും സഹതാപം പറയില്ല. അതുപോലെ തന്നെ അഹങ്കാരിയായ ദരിദ്രൻ, അവനെ കുറിച്ച് ആരും എന്ത് പറയില്ല? സഹതാപം പറയില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പൊസിഷനുകളുണ്ട്. അപ്പോൾ പ്രായം ഉണ്ടാവുക എന്നുള്ളത് എപ്പോഴും ഒരു വ്യത്യസ്തമായ ഒരു തലങ്ങളിലാണ്. ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ആളുകളോട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് അല്ലാഹു തആല ആരെന്തെങ്കിലുമൊക്കെ സ്വീകരിക്കുകയാണെങ്കിൽ ഓരോ സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പടച്ചവനോട് എക്സ്ക്യൂസ് പറയാൻ പറ്റും. ഒരു യുവാവ് മരിച്ചു കഴിഞ്ഞാൽ ഒരു യുവാവിന് വേണമെങ്കിൽ അള്ളാഹിനോട് പറയാൻ, പടച്ചവനെ ഞാൻ
പിന്നെ അധികമൊന്നും ജീവിതമൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. ജീവിതമൊക്കെ ഇങ്ങനെ കണ്ടു വരുമ്പോഴേക്കിനാണ് ഈ എന്നെ എന്ത് ചെയ്തത് പിന്നെ തിരിച്ചു വിളിച്ചതെന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഓനക്ക് പറയാം. അള്ളാഹു സ്വീകരിക്കുമോ എന്നുള്ളത് വേറെ കാര്യം. ഞാനിങ്ങനെ പഠിച്ചൊക്കെ വരികയാണ്. ഓരോ ഉത്തരവാദിത്തങ്ങളും തിരക്കുകളും പഠനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ എനിക്ക് എന്ത് ചെയ്തിട്ടില്ല പഠിച്ചോനെ, അത്ര കണ്ട അനുഭവങ്ങൾ ലോകത്ത് ഉണ്ടായിട്ടില്ല എന്നൊക്കെ വേണമെങ്കിൽ ഓനക്ക് വേണമെങ്കിൽ പറയാം. ഒരു മുത്താലിമ് മരിച്ചു കഴിഞ്ഞാൽ മുത്താലിമിന് വേണമെങ്കിൽ പറയാം, പഠിച്ചോനെ ഞാൻ എൻ്റെ ഇൽമ പഠിക്കാൻ വേണ്ടിയിട്ട് അതിന് പകൽ കഷ്ടപ്പെടുകയായിരുന്നു. അപ്പൊ എനിക്ക് എന്ത് പറ്റിയിട്ടില്ല, അല്ലാണ്ട് തൗബ ചെയ്ത് നന്നാകാനും ഞാനൊന്നും എൻ്റെ മരണത്തെക്കുറിച്ച് പോലും ചിന്തിച്ചിട്ടില്ല. മരണത്തെക്കുറിച്ച് മുത്താലിമി ചിന്തിക്കരുത് എന്ന് മുത്താലിമിന് പറഞ്ഞു. എൻ്റെ ഉസ്താദ് അങ്ങോട്ട് പറഞ്ഞു പഠിച്ചോനെ മരണത്തെക്കുറിച്ച് പോലും ചിന്തിക്കരുത്. അപ്പൊ ഞാൻ മരണത്തെക്കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിച്ചിട്ടില്ല, ഇത്ര പെട്ടെന്ന് ഇപ്പൊ മരിച്ചു എന്നുള്ളത് എനിക്ക് അറിയില്ല എന്നൊരു മുത്താലിമിന് വേണമെങ്കിൽ അള്ളാഹിനോട് എക്സ്ക്യൂസ് പറയാം. അതിന് എക്സ്ക്യൂസ് പറയാൻ പറ്റാത്ത ഒരു ആളുകളാണ് 60 വയസ്സായ ആളുകൾ. 60 വയസ്സായ ആളുകൾ. 60 വയസ്സായ ആരിലുണ്ടോ? ഇല്ലല്ലേ? 60 വയസ്സായ ആളുകൾ പറഞ്ഞാൽ ഹദീസിലുണ്ട്, ഹദീസ്. എന്താ അർത്ഥം? അള്ളാഹു തആല ഒരാളുടെ ഉദുർ അങ്ങോട്ട് എടുത്ത് കളി, ഒരു എക്സ്ക്യൂസ് എടുത്ത് അങ്ങോട്ട് കളി. ആ മൂപ്പരുടെ വയസ്സിന് അള്ളാഹു തആല 60 വയസ്സ് വരെ ജീവിക്കാൻ കൊടുത്തു. ചിലപ്പോൾ 40 എന്നൊക്കെ, വേറെ ഇതിൽ 60 വേറെ ചില ഒരു പക്വതയുടെ പ്രായം എന്ന നിലക്കും പിന്നെ നിങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരന് വന്നു എന്ന നിലക്കൊക്കെ വേറെ സ്ഥലത്ത് 40 പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല പ്രവാചകന്മാർക്കൊക്കെ നുബൂവത്ത് കൊടുത്തത് 40-ാമത്തെ വയസ്സിലാണ്. 40-ാമത്തെ വയസ്സിൽ എത്തിക്കഴിഞ്ഞാൽ പക്വത വരും. 40 എത്തിയിട്ടും ബോധം വന്നിട്ടില്ലെങ്കിൽ പിന്നെ പണിയാണ്. യുവാവിന്റെ പരിധിയിൽ നിന്ന് ഇത് വിട്ടു. ഇതിലിപ്പോൾ ഏകദേശമൊക്കെ ഇപ്പോൾ 40 എത്തിയ ആളുകൾ ആയിക്കുണ്ടാകും. അപ്പോൾ ആ ഒരു പക്വത അവിടെ എന്ത് ചെയ്യണം, അവിടെ വരണം. കുട്ടിത്തം വിടും. 40 വരെ ഒരു ചിരിയും കളിയും കുട്ടിത്തൊക്കെ ഉണ്ടാവും. എന്നാൽ നമ്മൾ സുബ്ഹാനല്ലാഹ് പല റീലുകളിലും യുവാക്കളോടുകൂടെ റീല് കളിക്കുന്ന നല്ല വയസ്സുള്ള 60-ഉം 50-ഉം 40-ഒക്കെ കഴിഞ്ഞ ഒരു തന്താരൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവരൊക്കെ അവർക്ക് ഇനി ഒരു പാഠം ഉൾക്കൊള്ളാനുള്ള ഒരു സമയം എന്നൊക്കെ സാധുക്കളെ സംബന്ധിച്ചുണ്ടാവില്ല. അവർക്കൊക്കെ നല്ല ബുദ്ധി അള്ളാഹു തആല കൊടുക്കട്ടെ എന്ന് എന്ത് ചെയ്യുക നമുക്ക് പറയാം. അവരൊന്നും ആക്ഷേപിക്കാൻ ഇപ്പം നമുക്ക് പറ്റൂല. ഒരു തെറ്റെഴുതിയതിൻ്റെ പേരിലൊന്നും ഒരാളെയും നമുക്ക് ആക്ഷേപിക്കാൻ പറ്റൂല. ബഹുമാനപ്പെട്ട ഇമാം അൽ ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഒരു കുട്ടീനെ കണ്ടാൽ വിചാരിക്കണം ഇവൻ ഇൻ്റെ അത്ര തെറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്നാണ്. ഒരു വയസ്സായ ആളെ കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്നെക്കാളും എത്ര ഇബാദത്ത് ചെയ്ത ആളാണ് എന്നാണ് ചിന്തിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. അപ്പം എന്നതുപോലെ റീലുകളൊക്കെ ഇടുന്ന ആളുകളോ അങ്ങനെയൊക്കെ തെറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിലും നമുക്ക് പോലെ ആക്ഷേപിച്ചുകൊണ്ടൊന്നും പറയാൻ പറ്റൂല. കാരണം ഓലെ തെറ്റും നമ്മളെ തെറ്റൊക്കെ തെറ്റ് തന്നെയാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മളും രക്ഷപ്പെടുക എന്നുള്ളത് അപ്പം നമ്മളീ ഓലൊക്കെ ആവശ്യം എന്ന് നമ്മളങ്ങനെ സമാധാനിക്കുക. അപ്പോൾ പ്രായമുള്ള ആളുകൾക്ക് ഇസ്ലാമിലൊരു മുൻഗണന ഉണ്ട് എന്നാണ് ഇപ്പം എന്ത് ചെയ്തത് നമ്മൾ പറഞ്ഞത്. അപ്പൊ 60 വയസ്സായ ആൾക്ക് പിന്നെ ഇനി എക്സ്ക്യൂസ് പഠിച്ചവനോട് എന്താ പറ്റൂല, പറയാൻ പറ്റൂല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലുള്ള ആളുകളൊക്കെ പിന്നെ നമ്മക്കൊന്നും ഇപ്പോൾ ഒരു എക്സ്ക്യൂസും പഠിച്ചവനോട് പറയാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. കാരണം ഈ 2025 ആയപ്പോഴേക്കും കുറേ നമ്മൾ കണ്ടുല്ലേ, ക്യാൻസർ യുഗങ്ങൾ നമ്മൾ കണ്ടു, പിന്നെ കൊറോണ നമ്മൾ കണ്ട്, ചൂരൽമലയും അതുപോലെ തന്നെ പിന്നെ മുണ്ടക്കായൊക്കെ നമ്മൾ എന്ത് ചെയ്തു കണ്ടു. അവിടെയുള്ള ജീവന്റെ ഭൗതിക ലോകത്തിന്റെ നശ്വരതയെ നമുക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടു. മാത്രമല്ല ലോകത്തിന്റെ ഏത് കോണില് നടക്കുന്ന മരണങ്ങൾ, അപകടങ്ങൾ, അവിടെ നടക്കുന്ന യുദ്ധങ്ങൾ എല്ലാം നമ്മൾ കണ്ട് ഒക്കെ നമുക്ക് പാഠം ഉൾക്കൊണ്ട് ഓരോ നിമിഷവും നമ്മളിങ്ങനെ പാഠം ഉൾക്കൊള്ളണം. അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ നമ്മളിങ്ങനെ കാണുകയാണ്. നശ്വരമായ ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മളിങ്ങനെ ഓരോ മണിക്കൂറിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ കണ്ടിട്ട് നമ്മൾ പാഠം ഉൾക്കൊള്ളാതെ പഠിച്ചവനോട് പോയിട്ട് ചിന്തിച്ചില്ല, സമയം കിട്ടിയില്ല എന്നൊന്നും എന്താൻ പറ്റൂല, പറയാൻ പറ്റൂല. പ്രത്യേകിച്ചും ഇപ്പോഴൊക്കെ ഓരോ റീലുകളൊക്കെ ഫേസ്ബുക്കിലെ റീലുകളും യൂട്യൂബിലെ ഷോർട്സുകളൊക്കെ ഫുള്ള് ആത്മീയത നിറഞ്ഞിട്ടുള്ള ഇഷ്ടംപോലെ സാധനങ്ങൾ മനുഷ്യനെങ്ങനെ ഓർമ്മപ്പെടുത്തി കൊണ്ടിരിക്കുക. അപ്പം അതൊക്കെ കണ്ട് ജീവിച്ച ഒരാൾക്ക് എന്തെങ്കിലും ഇളവ് പഠിച്ചവനോട് പറയാൻ പറ്റുമോ?
ഇല്ല, ഒരു ഇളവും പടച്ചവനോട് പറയാൻ പറ്റൂല. അപ്പൊ അള്ളാഹു ജല്ല ജലാലുഹു നമ്മൾ അറിഞ്ഞ മനസ്സിലാക്കിയ ബോധങ്ങൾക്കൊത്തുള്ള തിരിച്ചറിവ് പരിശുദ്ധമായ റമദാനിൽ അള്ളാഹു സാധുക്കളായ നമുക്ക് നൽകി ഒരു നല്ല ജീവിതം, തിന്മയിലേക്ക് തിരിച്ചു പോകാത്ത സമയങ്ങളൊക്കെ നന്നായിട്ട് വിനിയോഗം ചെയ്യുന്ന ഒരു റാഹത്തായ ജീവിതം അള്ളാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ യാ അള്ളാഹ്. അങ്ങനെ ഫൽ അസന്നു ഔലാ മിനൽ അഫ്ഖഹി ബിസ്വല, നിസ്കാരത്തിന്റെ മസലകളൊക്കെ അറിയുന്ന ഒരാളെക്കാട്ടിലും ഇവിടെ മുൻഗണന കൊടുക്കേണ്ടത് പ്രായമുള്ള ആൾക്കാണ്. ഞാൻ പറഞ്ഞു, അപ്പൊ ഒരു ഫിഖഹിന്റെ മസല നിസ്കാരത്തിൽ അധികമൊന്നും കയറി വരൂല. അവിടെ ഇപ്പോ അള്ളാഹിനോട് ദുആ ചെയ്യാണ് ഇല്ല, അവിടെ ഇപ്പൊ കുറെ നിസ്കാരത്തിന്റെ മസല നിസ്കാരത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ പറയണമെന്നില്ല. മറിച്ച് പിന്നെ അവിടെ ഇപ്പൊ എന്താ ചെയ്യണത്? അവിടെ ദുആ ചെയ്യാണ്. അപ്പൊ ആ ദുആ ചെയ്യാൻ ഏറ്റവും ബന്ധപ്പെട്ട ആള് പ്രായത്തിന്റെ അനുഭവമുള്ള ആളുകൾ ആവുക എന്നുള്ളൊരു പരിഗണന അവിടെ കൊടുത്തുകൊണ്ടാണ് പ്രായമുള്ള ആളാണ് ഫിഖ് ഉള്ള ആളെക്കാൾ കൂടുതലും പ്രിഫറൻസ് ചെയ്യപ്പെടേണ്ടത്. വൽ അഫ്ഖഹു ഔലാ മിനൽ അസന്നി ബിൽ ഗസ്ലി വദ്ദഫ്നി. ഉണ്ടോ അവിടെ മാറിയപ്പോൾ വൽ അഫ്ഖഹു, ഫിഖ്ഹിൽ നല്ല പാണ്ഡിത്യമുള്ള ആളാണ് എവിടെ മുൻഗണന കൊടുക്കപ്പെടേണ്ടത്? ബിൽ ഗസ്ലി വദ്ദഫ്നി, മയ്യത്തിനെ കുളിപ്പിക്കാനും മറവ് ചെയ്യാനൊക്കെ. അവിടെ കുറെ ഫിഖ്ഹിന്റെ മസല ഉണ്ടാവും. കുളിപ്പിക്കുമ്പോഴും മറവ് ചെയ്യുമ്പോഴൊന്നും അവിടെ ഇപ്പം എന്തില്ല, അവിടെ ഇപ്പൊ ദുആ അല്ല. അവിടെ വൃത്തിയിൽ ആദരവ് പ്രകാരം കുളിപ്പിച്ച് എല്ലാ ഭാഗങ്ങളും വെള്ളമൊക്കെ എത്തി കുറെ സുന്നത്തുകൾ അവിടെ എടുക്കാനുണ്ട്. ആ സുന്നത്തുകളൊക്കെ എടുത്ത് നല്ലതുപോലെ വൃത്തിയിൽ കിബിലക്കൊക്കെ തിരിച്ച് മറവ് ചെയ്ത് ആ ആദാബുകളൊക്കെ പാലിച്ച് നല്ലപോലെ അള്ളാഹുവിലേക്ക് ഇവരെ യാത്ര അയക്കാൻ അവിടെ നല്ല പണ്ഡിതനാണ് വേണ്ടത്. പണ്ഡിതൻ എന്ന് പറഞ്ഞാല് ഖുർആൻ പണ്ഡിതന്, നെഹ്വു പണ്ഡിതനല്ല, ഫിഖ്ഹി പണ്ഡിതൻ. കാരണം അഫ്ഖഹ് എന്ന് പറഞ്ഞ നല്ല ഫിഖ്ഹ് അറിയുന്ന ആൾ. അപ്പൊ നല്ല ഗാഢമായ നോളേജ് തന്നെ ഈ വിഷയത്തിന് ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനത്തെ ആളുകളാണ് ദഫ്ന് ചെയ്യാനും ഗുസ്ലിനൊക്കെ ഏറ്റവും അവിടെ പ്രിഫറൻസ് കൊടുക്കപ്പെടേണ്ടത്. അപ്പോൾ ഉപ്പയുടെ 2 മക്കളുണ്ട്. 2 മക്കളിൽപ്പെട്ട ഒരു മകൻ, മൂത്ത മകനുണ്ട്. ഒരു മകന് വലിയ മകനുമാണ്, ഒരു മകന് ചെറിയ മകനുമാണ്. ചെറിയ മകന് ഫഖീഹാണ്, ഫിഖ്ഹൊക്കെ പഠിച്ചിട്ടുണ്ട്. മറ്റേ ആള് ഫഖീഹൊന്നുമില്ല. അദ്ദേഹം ഒരു നല്ല മനുഷ്യനല്ലായിരിക്കട്ടെ, എന്തായാലും അദ്ദേഹത്തെക്കാൾ കൂടുതൽ അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് ഫിഖ് അറിയുന്ന അദ്ദേഹത്തിന്റെ മകനാണ്. അതിന്റെ റൂട്ട് പിടിയിട്ടില്ല, എന്താ അവിടുത്തെ പോയിന്റ് മനസ്സിലായില്ലേ? ഹലോ, ഓക്കെ താങ്ക് യു. ഇനി അപ്പൊ ഫൈൻ തനാസഅ മുത്തസാവിയാനി ഉഖ്രിഅ ബൈനഹുമാ, അത് ശ്രദ്ധിച്ചില്ലേ? ഫൈൻ തനാസഅ, അപ്പോ നമ്മളത്തെ പറയാ, ഇപ്പൊ 2 മക്കളുണ്ട് വെക്ക. അവ 2 മക്കളുണ്ടാകുമ്പോൾ 2 മക്കളും ഒരേ പ്രായം, 2 മക്കൾക്കും ഒരേ ക്വാളിറ്റി, 2 മക്കൾക്കും ഫിഖ്ഹും എല്ലാ വിഷയത്തിലും ഒരു ക്വാളിറ്റി. അപ്പൊ എന്ത് ചെയ്തു? ഓല് പറഞ്ഞു ഞാനത് ചെയ്യാന്ന് പറഞ്ഞു. ഓല് തർക്കിച്ചു. ഓൽക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തർക്കിച്ചു വന്നാൽ എന്ത് ചെയ്യണം? ഉഖ്രിഅ ബൈനഹുമാ, അവർക്കിടയിൽ എന്തിടണം? നറുക്കിടണം. അപ്പൊ ഈ നറുക്കിടുക എന്നുള്ളത് പലപ്പോഴും ഇസ്ലാമില് ഇങ്ങനെ ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട്. അതിന് ഭാഗ്യം അളക്കുക എന്നൊന്നും പറഞ്ഞിട്ട് അതിനെ നിരുത്സാഹപ്പെടുത്തണ്ട. ഭാഗ്യം അളന്ന് വെച്ചിട്ട് ഇപ്പൊ എന്താ? ഭാഗ്യം അളന്നത് കൊണ്ട് ഒരാളുടെ അവകാശം ഇല്ലാതാവുക എന്നുള്ളത് ഭാഗ്യം അളക്കൽ കൊണ്ട് എന്ത് ചെയ്യുള്ളൂ? മോശം വരുള്ളൂ. ഇവിടെ ഇപ്പോൾ ഒരാളുടെ അവകാശം ഇല്ല, ആർക്ക് അവകാശം കൊടുക്കണം എന്നുള്ളതിന് അവിടെ എന്ത് ചെയ്തിക്കാണ്? തെരഞ്ഞെടുത്തേക്കാണ്. അപ്പൊ അതുകൊണ്ട് അതുമില്ല. ഈ നറുക്കിടൽ പലപ്പോഴും നമ്മൾ പല സ്ഥലത്തും എന്ത് ചെയ്തിട്ടുണ്ട്? നറുക്കിടൽ കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോകുന്ന സമയത്ത് ഭാര്യമാരുടെ അവരുടെ രാത്രിയിലെ ഊഴങ്ങളാണെങ്കിൽ അതിൽ നറുക്കിടൽ. അതല്ല, അവിടുന്ന് യാത്ര പോകുമ്പോൾ പകൽ യാത്ര ആയിരിക്കുമല്ലോ. അപ്പൊ ആരെ യാത്രയിൽ കൂടെ കൊണ്ടുപോകണം എന്ന വിഷയത്തിന് അവർക്കിടയിൽ നറുക്കിടാറുണ്ടായിരുന്നു എന്നാണ് ഹദീസിന്റെ കിതാബുകളിലൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ അതൊക്കെ പറ്റും. ഇനി പറയാം, വലോ ഹലറത്ത് ജനായിസു
ഫൽ അഫ്ളലു ഇഫ്റാദു കുല്ലി ജനാസത്തിൻ ബിസ്വലാത്തിൻ. ഇനി പറയാം, ഒരു ഇടത്ത് കുറേ മയ്യിത്തുകൾ വന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാവാത്തൊരു സംഭവം ഇപ്പോൾ ആ വിഷയത്തിലൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ. ഗസയിലെയും ഫലസ്തീനിലൊക്കെ സിറിയയിലെയും ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മയ്യിത്തുകളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടില്ലായിരുന്നോ. അപ്പോൾ കുറേ ജനാസ ഒറ്റ തവണ വന്നാൽ അവിടെ ഏറ്റവും നല്ലത് ഇഫ്റാദു കുല്ലി ജനാസത്തിൻ ബിസ്വലാത്തിൻ, ഓരോ ജനാസക്കും ഓരോ നിസ്കാരം ചെയ്യലാണ് നല്ലത്. അപ്പോൾ ആദ്യം ഏത് വന്നു നോക്കിയിട്ട് അതിൽ വന്നതിൻ്റെ ആ ഒരു ക്രമം നോക്കിയിട്ട് ജനാസക്ക് നിസ്കരിക്കാം. വയത്തക്ഫി അലൈഹ ജമീഅൻ സ്വലാത്തും വാഹിദ, ഇതും പറ്റും. എല്ലാത്തിൻ്റെ മേലും ഒറ്റ നിസ്കാരം നിസ്കരിക്കാം. നമ്മളെ നാട്ടിലൊക്കെ അധികം അങ്ങനെയാണ് ഉണ്ടാവല്. ഒറ്റ നിസ്കാരം അതിന് മേലും എന്ത് ചെയ്യും, നിസ്കരിക്കും. ഫയുഖറു ബൈന ഔലിയാഇഹ, അപ്പോൾ എന്ത് ചെയ്യണം, ഇപ്പോൾ കുറേ മയ്യിത്ത് വന്നു, പല ആളുകളുടെയും മയ്യിത്താണ് വന്നത് എങ്കിൽ ആ മയ്യിത്തിൽ എങ്ങനെ ആരുടെ മയ്യിത്ത് നിസ്കരിക്കണം നോക്കുമ്പോൾ എല്ലാവരും ഒപ്പം നിസ്കരിക്കുകയാണ്. അടുത്ത ചർച്ച എന്താ, ആരെ ഇമാം വെക്കുക എന്ന് അടുത്ത ചർച്ച. ഇമാം വെക്കുമ്പോൾ ആ ഇമാമിനെ എങ്ങനെ തിരഞ്ഞെടുക്കണം, നറുക്കിട്ടിട്ട് ഇമാമിനെ തിരഞ്ഞെടുക്കണം. അപ്പോൾ അവിടെയും നറുക്കിടാം. അപ്പോൾ ഫമൻ ഖറജത് ഖുർഅതുഹു ഫല്യഉമ്മ, അപ്പോൾ ആർക്കാണോ നറുക്ക് വീണത് അവർ ഇമാം എന്നുള്ള കൊള്ളട്ടെ. ഹാദാ ഇൻ ഹളറത്ത് ദഫ്അത്തൻ, ഇതൊക്കെ ഒറ്റ തവണ വൺസ് എല്ലാം ഒപ്പം വന്നാലാണ്. വൈല ഫല്യ ഉമ്മ വലിയ സാബിഖത്തി, അല്ല ഓരോ മയ്യത്തും ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് വന്നതെങ്കിൽ ആദ്യം വന്ന മയ്യത്തിൻ്റെ വലിയാണ് ഇമാമ നിൽക്കേണ്ടത്. ഓക്കെ. അപ്പോൾ മയ്യത്തുമായി ബന്ധപ്പെട്ട് പ്രിഫറൻസ് കൊടുക്കേണ്ട ആളുകൾ നല്ലൊരു വിശാലമായ ചർച്ച തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതിന് തർക്കം വരുമ്പോൾ അവിടെ പരിഗണിക്കാൻ, കുളിപ്പിക്കുമ്പോഴുള്ള മുൻഗണനയല്ല നിസ്കരിക്കുമ്പോൾ കൂടുതൽ മാനസികമായ ഒരു കെട്ടുറപ്പുള്ള ആളിന് പ്രാധാന്യം കൊടുത്തു. കുളിപ്പിക്കുമ്പോഴും ദഫൻ ചെയ്യുമ്പോഴും പാണ്ഡിത്യത്തിന് പ്രാധാന്യം കൊടുത്തു. മരിക്കുന്നതിന് മുമ്പ് കൊണ്ട് അവിടെ അകൽച്ചയ്ക്ക് പ്രാധാന്യം കൊടുത്തു, സംശയം വരാതിരിക്കാൻ. മരിച്ചു കഴിഞ്ഞ ഉടനെ അവിടെ പ്രാധാന്യം കൊടുത്ത സ്നേഹത്തിനാണ് അല്ലേ. മരിച്ചു കഴിഞ്ഞ ഉടനെ മയ്യത്തിൻ്റെ വയറിൻ്റെ മേലിൽ ചാവി വെക്കാനും അവയവങ്ങൾ മയപ്പെടുത്താനും വസ്ത്രം മാറ്റാനും കിബിലയിലേക്ക് തിരിച്ചു കടത്താനും ശരീരത്തിലൊക്കെ എന്തെങ്കിലും നജസൊക്കെ പുരണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും വളരെ പ്രൈവറ്റായ കാര്യങ്ങൾ ഒരു മയ്യത്തിന് ചെയ്തു കൊടുക്കാൻ അവിടെ മുൻഗണന കൊടുക്കപ്പെട്ടത് ഏറ്റവും സ്നേഹമുള്ള, ഏറ്റവും അടുത്ത മയത്തോടെ സ്നേഹത്തോടെ പെരുമാറുന്ന വ്യക്തിക്കാണ്. മരിച്ച ശരീരത്തിന് കിട്ടേണ്ട കാര്യങ്ങളെ എത്ര ബദ്ധ ശ്രദ്ധയോടുകൂടെയാണ് പരിശുദ്ധ ഇസ്ലാം ഓരോ സെഷനായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. മാഷാ അല്ലാഹ്. ഇനി ഇആദത്തു തജ്ഹീസ്, ഈ തജ്ഹീസ് മയ്യത്തിൻ്റെ ഒരുക്കങ്ങൾ. തജ്ഹീസ് എന്ന് പറഞ്ഞാൽ ജിഹാസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുക്കം എന്നാണ്. ജഹസ എന്നൊക്കെ ഹദീസിൽ കാണാം. മൻ ജഹസ ഗാസിയൻ ഫഖദ് ഗസ, ആരെങ്കിലും വല്ല യോദ്ധാവിനെയും ഒരുക്കി യുദ്ധത്തിന് പറഞ്ഞയച്ചാൽ ഫഖദ് ഗസ, ഇവൻ യുദ്ധം ചെയ്തു. മീൻസ് ആ യോദ്ധാവ് ഇവൻ്റെ വാളും പരിചയം ഇവൻ കൊടുത്ത പണമൊക്കെമായിട്ട് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ആ യുദ്ധം ചെയ്ത കൂലി ഇവന് തജ്ഹീസ് നടത്തിയ മുജഹിസിന് ഉണ്ട് എന്ന് ഹദീസിലുണ്ട്. അപ്പോൾ തജ്ഹീസ് എന്ന് പറഞ്ഞാൽ ഒരുക്കം എന്നാണ് അർത്ഥം. അസുന്നത്തു, അപ്പോൾ ഇആദത്തു തജ്ഹീസ് മടക്കണം, റിപ്പീറ്റ് ചെയ്യേണ്ട ഘട്ടങ്ങളെയാണ് ചർച്ച. അസുന്നത്തു അൻ യുലഖ്ഖനൽ മുഹ്തളറു ഷഹാദത മറത്തൻ ഫഇദാ ദകറഹ തറക്കഹുൽ മുലഖ്ഖിനു. അസുന്നത്തു സുന്നത്ത് അൻ യുലഖ്ഖനൽ മുഹ്തളറു, മരണമാസന്നമായവനിക്ക് തെൽക്കീൻ ചൊല്ലി കൊടുക്കപ്പെടുക. ഷഹാദത്തിന് ഇട്ടുകൊടുക്കുക. മറത്തൻ ഒരു തവണ. അപ്പം മരിച്ച ആളെ അടുത്ത് നിന്നിട്ട് ഓനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്നേ പറയാൻ പാടുള്ളൂ. ഓനോട് എന്ത് പറയാൻ പാടില്ല, ഇപ്പം മരിച്ചാൻ കിടക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടിയിട്ട് അവനെ പ്രേരിപ്പിക്കുകയോ
നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറയാതിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും നിർബന്ധിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനോ പറയിപ്പിക്കാനോ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ്റെ അടുത്ത് നിന്ന് പറയെന്ന് പറഞ്ഞിട്ട് പറയാനോ അങ്ങനെ പാടില്ല. ഒരു തവണ അവൻ്റെ അടുത്ത് നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നങ്ങ് പറയുക. അപ്പോൾ ഫഇൻ ദക്കറഹ, അപ്പോൾ ആ ഷഹാദത്തിനെ അവൻ ഓർത്തു കഴിഞ്ഞാൽ തറക്കഹുൽ മുലക്കിനു, തെൽക്കീൻ ചൊല്ലുന്ന ആൾ അവനെ വിടണം, ഇനി അവൻ്റെ ഒപ്പം കൂടരുത്. ഇല്ല സക്കത്ത യസീറോ, ഇല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ്റെ അരികിൽ ചൊല്ലിയപ്പോൾ മരിക്കാൻ കിടക്കുന്ന ആൾക്ക് റിപ്ലൈ ഇല്ല, അവൻ മിണ്ടുന്നില്ല. അങ്ങനെയെങ്കിൽ സക്കത്ത യസീറോ, ഇദ്ദേഹം കുറച്ചു നേരം മിണ്ടാതിരിക്കണം. മുലക്കൻ പിന്നെ ഒന്നും പറയാതെ കുറച്ചു നേരം ഇങ്ങനെ മൗനിയായിരിക്കുക. സുമ്മ യുഈദുഹാ, പിന്നെ എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നും കൂടി മടക്കി പറയണം. അപ്പോൾ ഇൽഹാഹ് പാടില്ല എന്നുള്ളത് എന്താ? ഈ മരിക്കാൻ കിടക്കുന്ന ആളെ മരണത്തോട് മല്ലിടുകയാണ്. അവൻ്റെ കാൽ മുതൽ അവിടെ റൂഹ് പിടിത്തം തുടങ്ങിയിട്ടുണ്ടാകും. മരണത്തിൻ്റെ വേദന അവൻ അനുഭവിച്ചിട്ടുണ്ടാവും. മരിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് തന്നെ ഇവൻ പലതും കാണാനൊക്കെ തുടങ്ങി. സ്വർഗത്തിൻ്റെ സീറ്റ് കണ്ടിട്ട് ഇതായിരുന്നു നല്ലവനായിരുന്നെങ്കിൽ നിനക്ക് കിട്ടേണ്ടിയിരുന്നത് എന്നും, നരകത്തിൻ്റെ സീറ്റാണ് നീ മോശപ്പെട്ടവനായിരുന്നെങ്കിൽ കിട്ടേണ്ടിയിരുന്നതെന്നൊക്കെ കാണിച്ചിട്ട് അവനെങ്ങനെ കാണിച്ച് ഈ ലോകത്തിൻ്റെ ബന്ധമൊക്കെ വിട്ട് പിന്നെ പല പൊസിഷനിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു കഴിഞ്ഞു. ആ സമയത്ത് ഇവിടെ നിന്ന് ആളുകൾ അദ്ദേഹത്തെ നിർബന്ധിപ്പിക്കുകയോ ബുദ്ധിമുട്ടാക്കുകയോ ചെയ്താലൊക്കെ വേദന കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയും, ദേഷ്യത്തിൻ്റെ വാക്കുകൾ പറയും, കുഫറിൻ്റെ വാക്കുകളൊക്കെ പറയും, വളരെ മോശപ്പെട്ട വർത്താനൊക്കെ പറയും. സുബ്ഹാനല്ലാഹ്. അപ്പം ആ മോശപ്പെട്ട വാക്കോടുകൂടെ അങ്ങ് മരിച്ചു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ജീവിച്ചിരിക്കുന്ന ആളിനക്ക് ആ പറഞ്ഞ വാക്കിൻ്റെ തിരുത്ത് കേൾക്കാതെ പോയി കഴിഞ്ഞാൽ ഗൊപ്പ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ അവിടെ അത്ര റിസ്ക് എടുക്കാൻ പാടില്ല. വക്കതാ പ്രകാരമാണ് യുഈദു, ഷഹാദത്തിനെ മടക്കണം. ഇദാ തകല്ലമ ബഅദഹ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് പറഞ്ഞതിൻ്റെ ശേഷം പിന്നെ സംസാരിച്ചു എന്നാൽ വീണ്ടും എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. പരമാവധി ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ ഇവൻ്റെ അവസാന വാക്കാകാനുള്ള ശ്രമം നടത്തണം എന്നാണ് പറയുന്നത്. വലാ യന്തഖിലു തുഹുറുൽ മയ്യിതി ബിശൈഇൻ മിൻ അസ്ബാബിൽ ഹദസി, അശുദ്ധിയുടെ കാരണങ്ങളിൽ നിന്ന് ഒന്നുകൊണ്ടും മയ്യത്തിൻ്റെ വുളു മുറിയില്ല. നമ്മൾ പറയും മയ്യത്തിൻ്റെ വുളു മരഞ്ഞ എന്താവില്ല, അത് മുറിയില്ല. മയ്യത്തിൻ്റെ എന്താവില്ല, വുളു മുറിയില്ല. മയ്യത്തിൻ്റെ പിന്നെ ഗുഹ്യസ്ഥാനം ഇങ്ങോട്ട് തൊട്ടാലോ ഇനി അങ്ങോട്ട് പോയി തൊട്ടാലോ, വുളുവൊക്കെ കഴിഞ്ഞ് കുളിപ്പിച്ച ഭർത്താവിനെ ഭാര്യ അന്ത്യചുംബനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഭാര്യ തൊട്ടാലോ ഒന്നും എന്താവില്ല, മുറിയില്ല. ചിലപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് കുളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് അവസാനം ഭാര്യയ്ക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ആളുകൾ പറയാ അത് തൊടാതെ നോക്കിയിട്ടോ, തൊടിയിക്കല്ലേ എന്നൊക്കെ പറയും. അതൊന്നും ആവശ്യമില്ല. മയ്യത്തിൻ്റെ വുളു എന്താവില്ല, ആര് തൊട്ടാലും മയ്യത്തിൻ്റെ വുളു മുറിയില്ല. ഇനി മയ്യത്തിൽ നിന്ന് തന്നെ വുളു മുറിയുന്ന കാര്യങ്ങളുണ്ടായി. മയ്യത്തിൽ നിന്നിട്ട് നജസ് പുറത്തു വന്നാൽ വുളു കഴിഞ്ഞ് കുളിപ്പിച്ച് കഫൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു, ഇത് പുറത്തു വന്നു കഴിഞ്ഞാലൊന്നും മയ്യത്തിൻ്റെ വുളു അപ്പോഴും മുറിയില്ല. ഫലാ യുഗാദു ഗുസ്ലുഹു, കുളി മടക്കപ്പെടേണ്ടതില്ല. നഅം, എങ്കിലും ഇദാ ഖറജ മിൻഹു ബഅദ ഗസ്ലി നജസുൻ, നജസ് പുറപ്പെട്ടാൽ വജബ ഖിസാലതുഹു, ആ നജസ് നീക്കൽ എന്താണ്, നിർബന്ധമാണ്. ആ നജസ് നീക്കുക എന്നുള്ളത് അത് നിർബന്ധമാണ്. അല്ല എന്തല്ല, കുളി വേണ്ട. മാലം യുദ്ഫൻ, മറവ് ചെയ്തിട്ടില്ലാത്ത കാലത്തോളം. അപ്പം ദഫിന് പിന്നെ നടത്തി കഴിഞ്ഞാൽ, മറവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി നജസ് വരിക അത് പിന്നെ നമുക്ക് നോട്ടല്ല. അത് വരെ ഉള്ള നജസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ നജസ് നീക്കണം. വുളുവോ കുളിയോ മടക്കേണ്ടതില്ല. അങ്ങനെ ഫൈദ തതാബ ഖുറൂജുഹു, കണ്ടിന്യൂ ആയിക്കൊണ്ട് നജസ് ഇങ്ങനെ വരികയാണ്. സുബ്ഹാനല്ലാഹ്. ചില ക്യാൻസർ രോഗികൾക്ക് രക്തം വന്നുകൊണ്ടിരിക്കും. അല്ലാഹു തആല നമ്മളൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ റബ്ബേ.
മരിച്ചു കഴിഞ്ഞിട്ട് ശരീരത്തിന് ദുരവസ്ഥ വെച്ചുകൊണ്ട് ഒപ്പുള്ള ആളുകൾ പ്രയാസപ്പെടുന്ന സാഹചര്യം, അള്ളാഹു അത്തരത്തിലൊന്നും ഇല്ലാത്ത നല്ല മരണം നമുക്ക് നൽകട്ടെ. അങ്ങനെ ചില ക്യാൻസർ രോഗികൾക്ക് ഇങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും, ശക്തമായ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. അങ്ങനെയൊക്കെ ആണെങ്കിൽ കുളിക്കലും ആ മയ്യത്തിനെ കുളിപ്പിക്കലും മയ്യത്തിന്റെ മേൽ നിസ്കരിക്കലൊക്കെ സ്വഹീഹാകും. മൂത്രവാർച്ചക്കാരന് നിസ്കരിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ ഈ മയ്യത്തിനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. യുസന്നു തക്രീർ സ്വലാത്തി, നിസ്കാരം ആവർത്തിക്കൽ സുന്നത്താണ്. അദമു ഇആദത്തിഹ, പിന്നെ അതിനെ അദമുൽ ഇആദത്തും. അപ്പോൾ യുസന്നു തക്രീർ സ്വലാത്തി, മയ്യത്തിൻ്റെ മേൽ നിസ്കാരം ആവർത്തിക്കൽ സുന്നത്തുണ്ട്. ചെയ്തവൻ തന്നെ അല്ല, ഒരു നിസ്കാരം മയ്യത്തിൻ്റെ മേൽ നടന്നു കഴിഞ്ഞു, ഇനി വേറെയും എന്താക്കാം, നിസ്കരിക്കാം. വഅദമു ഇആദത്തിഹ, അതിനെ നിസ്കരിച്ചവൻ തന്നെ വേണ്ട നിസ്കാരം മടക്കാതിരിക്കലും സുന്നത്തുണ്ട്. അങ്ങനെ ഫൈദ ഖററ ആവർത്തിച്ചാൽ വഖഅ ഫർളൻ, ഫർളായി സംഭവിക്കും. വൈദ ആദ വഖഅ നഫ്ല. അപ്പോൾ ഒരാൾ എന്ത് ചെയ്തു, പിന്നെ നിസ്കരിച്ചോൻ തന്നെ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ, അത് സുന്നത്തായിട്ടാണ് ഭവിക്കുക. അങ്ങനെ മടക്കുക എന്നുള്ളത് എന്തില്ല, സുന്നത്തില്ല. അഥവാ അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സുന്നത്താകും. അപ്പോൾ ഫർള് നിസ്കരിച്ചു കഴിഞ്ഞ മയ്യത്തിൻ്റെ മേലിൽ വീണ്ടും വേറൊരാൾ മയ്യത്ത് നിസ്കരിച്ചാലോ, അത് ഫർളായിട്ട് തന്നെയാണ് വാഖി ആവുക. നിസ്കരിച്ചവൻ തന്നെ നിസ്കരിച്ചാൽ അത് സുന്നത്തായിട്ടാണ് വാഖി ആവുക. ഇനി വലോ ളഹറൽ മയ്യിത്തു ബിലാ കഫനിൻ ഖബല ദഫനിഹി, മയ്യത്തിനെ മറവ് ചെയ്യണീൻ്റെ മുമ്പേ മയ്യത്തിൻ്റെ കഫന് ഇല്ലാതെ, അപ്പം മയ്യത്തിനെ കഫൻ ചെയ്തിരുന്നു. കഫൻ ചെയ്ത് മറവ് ചെയ്യാൻ വേണ്ടി കട്ടിലേക്ക് എടുത്ത് വെച്ച് നോക്കുമ്പോൾ കഫൻ പൂടെ മേത്ത് കാണില്ല. എൻ്റെ ഒന്നുകിൽ അത്ര സ്പോട്ടിൽ ഡ്രസ്സ് നശിച്ച്, അല്ലെങ്കിൽ ആരോ മയത്തിൻ്റെ മേലിന്ന് അടിച്ചുകൊണ്ടായി. അല്ല, ഇത് കാണാൻ വന്നൊരുത്തൻ നോക്കുമ്പോൾ കഫൻ ചെയ്തിങ്ങനെ കിടക്കുന്നുണ്ട്. ആളുകളൊക്കെ തിരിഞ്ഞ സമയത്ത് എന്ത് ചെയ്തു, ഇവൻ അടിച്ചു കൊണ്ടുപോയി. അപ്പോൾ എന്ത് ചെയ്യണം, വീണ്ടും കഫൻ ചെയ്യണം. കഫനില്ലാതെ മയ്യത്തിന് ഒരു വട്ടം കഫൻ ചെയ്താണല്ലോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ പറ്റൂല. അതുപോലെ ദഫനിഹിയോ ബാദോ, ദഫനിൻ്റെയോ പിന്നെ ദഫനിൻ്റെ മുമ്പോ അല്ലെങ്കിൽ ദഫനിൻ്റെ ശേഷമോ കഫനില്ലാതെ മയ്യത്ത് വെളിവായി കഴിഞ്ഞാൽ വജബ ഇആദത്തു, അതിനെ മടക്കൽ നിർബന്ധമാണ്. ഇനി വലോ ഇൻഹദമൽ ഖബറു, ഇനി വേറെ ചർച്ച. മയ്യത്തിനെ മറവൊക്കെ ചെയ്തു ഒക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് നോക്കും, പിന്നെ വലോ ഇൻഹദമൽ ഖബറു, ഖബർ പൊളിഞ്ഞു ചാടിയാൽ തഖയ്യറൽ വലിയ ബൈന തർക്കിഹി വൈസ്വലാഹിഹി വനഖ്ലിഹി, വലിയനിക്ക് അവിടെ ചോയ്സുകളുണ്ട്. എങ്കിൽ ആ ഭാഗം മൈൻഡ് ചെയ്യാതെക്കാം. മറ്റൊന്ന് വൈസ്വലാഹിഹി, ആ ഖബർ എന്താക്കാം, നന്നാക്കാം. ചിലവുണ്ടാവും, മുടിഞ്ഞു വീണ മയ്യത്തൊക്കെ ഖബർ പിന്നെ മുൻഹദിമാതൊക്കെ നന്നാക്കുമെന്നുണ്ടാവും, ചിലവൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഈ മരിച്ചു അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ ചിലവാക്കിയിട്ട് ഇപ്പം എന്തോ എനിക്കിപ്പോൾ ഒന്നും ഇങ്ങോട്ട് കിട്ടാനില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് അത് നിർബന്ധമൊന്നുമില്ല. പിന്നെ വനക്കലിഹി, വേണമെങ്കിൽ അതിന് നെക്കലും ചെയ്യാം. മയ്യത്തിനെ അവിടെ നിർത്തുന്ന പൊളിഞ്ഞു ചാടിയ ഖബറിൽ നിന്ന് വീണ മയ്യത്തിനെ എടുത്തിട്ട് ആർക്ക് കൊണ്ടുപോകാം, വലിയനിക്ക് കൊണ്ടുപോകാം. മാലം യഖ്ശാലേഹിനെ സബഇന ഭയക്കാത്ത കാലത്തോളം, മിൻഹു റീഹുൻ, അല്ലെങ്കിൽ റീഹ് വരും, ദുർഗന്ധം വരും എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ പിടിമൃഗങ്ങൾ വന്ന് ഭക്ഷിക്കുന്നുണ്ടെങ്കിലോ, ഫജിബു സുലാഹു ഔ നഖ്ലുഹു, അപ്പം പിന്നെ അവിടെ അവഗണന പറ്റൂല. വലിയൻ്റെ മേൽ കമ്പൽസറി വലിയ എന്ത് ചെയ്യണം, അത് റിപ്പയർ ചെയ്യുകയോ അതിനെ അവിടെ നിന്ന് നഖല് ചെയ്യുകയോ വേണം. അങ്ങനെ ചിലയിടത്തൊക്കെ ഖബർ ഉള്ളിലേക്ക് ഇടിഞ്ഞു പോകാറുണ്ട്. അത് ഓരോ സ്ഥലത്തെ ഭൂപ്രകൃതിക്കൊത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ സമീപത്തുള്ള ഭൂപ്രകൃതിയുടെ പെരുമാറ്റത്തിനൊത്തായിരിക്കും. മലകൾ ഇടിഞ്ഞിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ താഴ്വാരത്ത് നിന്നുള്ള വെള്ളം, മലയുടെ മുകളിലെ വെള്ളമൊക്കെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മയ്യത്ത് കിടക്കുന്ന ഇടത്തെ അത് ബാധിക്കും. ബാധിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് അവിടെ ചെയ്യാനുള്ളത്.